പ്രൈസ് ദ ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സന്തോഷമായിരിക്കുന്നോ? കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 21-ാം വചനം വായിച്ചിട്ടുണ്ടോ? ഉണ്ടായിരിക്കും. നിങ്ങൾക്കൊക്കെ ആ വാക്യം മനപ്പാഠം അറിയാമായിരിക്കാം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഞാൻ വാതിൽക്കൽ നിന്നും മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോട് കൂടെ അവൻ എന്നോട് കൂടെ അത്താഴം കഴിക്കും. എൻ്റെ ഇംഗ്ലീഷിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഐ വിൽ ഡൈൻ വിത്ത് ഹിം, ഹാവ് സപ്പർ ഓ ഡിന്നർ വിത്ത് ഹിം. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഒരു കാര്യം ചോദിക്കട്ടെ. എൻ്റെ അകത്ത് വന്നൊരു ചിന്തയായത്, ഡിന്നർ കഴിക്കുന്നത് എപ്പോഴാ? അത്താഴം കഴിക്കുന്നത് എപ്പോഴാ? രാത്രിയിലല്ലേ? കഴിച്ചിട്ട് പിന്നെ നാം പണിയെടുക്കാൻ പോവോ? ഇല്ല. പിന്നുള്ള സമയം വിശ്രമത്തിൻ്റെ സമയമാണ്. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ശരിക്കും നമ്മളുടെ ജീവിതത്തിൽ യേശു വന്നാൽ, നമ്മളുടെ ഹൃദയത്തിൻ്റെ വാതിൽ യേശുവിനായി തുറന്നു കൊടുത്താൽ പിന്നെ അവിടെ വിശ്രമമാ പ്രിയപ്പെട്ടവരെ. കർത്താവിൻ്റെ സാന്നിധ്യം തരുന്ന ഒരു ആശ്വാസമുണ്ട്. യേശുവിൻ്റെ മാർവ് തരുന്ന ഒരു സുരക്ഷിതത്വമുണ്ട്. ആ സാന്നിധ്യത്തിൽ നിന്ന് വിട്ടുപിരിയുവാൻ എനിക്ക് മനസ്സില്ല എന്ന് ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്. യേശുവെ, അങ്ങയുടെ നെഞ്ചത്ത് നിന്ന് എന്നെ പറിച്ചുകൊണ്ട് പോകുവാൻ ആർക്കും കഴിയില്ല എന്ന് ഞാൻ എൻ്റെ പൊന്നേശുവിനോട് പറയാറുണ്ട്. കാരണം യേശുവിൻ്റെ സാമീപ്യം, ആ സാന്നിധ്യം അത്രയേറെ എന്നെ ആശ്വസിപ്പിക്കുന്നതാ. ഇവിടെ വചനം പറഞ്ഞത് കേട്ടോ, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ഹൃദയത്തിൻ്റെ വാതിൽക്കൽ നിന്ന്, നിങ്ങളുടെ വീടിൻ്റെ വാതിൽക്കൽ നിന്ന്, നിങ്ങളുടെ കുടുംബത്തിൻ്റെ, ശുശ്രൂഷയുടെ, ജീവിത സാഹചര്യങ്ങളുടെ വാതിൽക്കൽ നിന്ന് യേശുനാഥൻ മുട്ടുകയാ. കർത്താവിനെ നിങ്ങൾ അനുവദിക്കുമോ? ജീവിതത്തിൽ യേശുവിന് സ്വാതന്ത്ര്യം കൊടുക്കുമോ? നിങ്ങളുടെ ജീവിതത്തിന്റെ മുഴുവൻ നിയന്ത്രണം കർത്താവിനൊന്ന് കൊടുത്ത് നോക്കിക്കേ. ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത സ്വസ്ഥത, വിശ്രമം കർത്താവിന്റെ സാന്നിധ്യത്തിൽ നിങ്ങൾ അനുഭവിക്കും. ഇന്ന് എൻ്റെ പ്രിയരോട് ഞാൻ പറയട്ടെ, ആരെങ്കിലും വാടി തളർന്ന് ഒരു സുഖവുമില്ലാതെ, ഒരു സമാധാനവുമില്ലാതെ എന്നെ കേൾക്കുന്നുവെങ്കിൽ, പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നിങ്ങൾക്ക് സമാധാനമുണ്ട് യേശുവിൻ്റെ സാന്നിധ്യത്തിൽ. നിങ്ങൾക്ക് സ്വസ്ഥതയുണ്ട് യേശുവിൻ്റെ മാർവിൽ. കർത്താവിനായി നിങ്ങളുടെ ജീവിതത്തെ വിട്ടുകൊടുക്കുക. ജീവിത സാഹചര്യങ്ങളുടെ വാതിൽ കർത്താവിനായി തുറന്നു കൊടുക്കുക. യേശു നിങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കട്ടെ. പ്രാർത്ഥിക്കാം. അപ്പാ, അങ്ങയുടെ പൊന്നു മകനാകുന്ന യേശുവിനെ ഞങ്ങൾക്ക് തന്നതിന് നന്ദി. യേശുവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിന്റെ മുഴുവൻ നിയന്ത്രണം, മുഴുവൻ സ്വാതന്ത്ര്യം അങ്ങയ്ക്ക് വിട്ടു തരുന്നു. ഞങ്ങളുടെ ജീവിതത്തിന്റെ വാതിൽ ഞങ്ങൾ അങ്ങയ്ക്കായി തുറക്കുന്നു. അങ്ങ് ഞങ്ങളിൽ വാഴണമേ. നമുക്ക് ഒരുമിച്ച് സമയം സ്പെൻഡ് ചെയ്യാം. ഞങ്ങൾക്ക് അങ്ങയുടെ മാർവിൽ ചാരിയിരിക്കണം. ആ യോഹന്നാൻ യേശുവിന്റെ മാർവിൽ ചാരിയിരുന്നത് പോലെ ഞങ്ങൾക്ക് അങ്ങയുടെ സാമീപ്യത്തിൽ ലയിക്കണം. അപ്പ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. ഞാൻ എൻ്റെ പ്രിയരെ എല്ലാം ബ്ലെസ് ചെയ്യുന്നു. ലെറ്റ് ഈച്ച് വൺ ഓഫ് ദം fall in love with you, Jesus. അവരോരോരുത്തരും അങ്ങയുടെ മാർവിൽ പറ്റിയിരിക്കട്ടെ. മഹത്വ അപ്പായിക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയരെ, ഇനിയും നിങ്ങളുടെ ജീവിതത്തിൽ വിശ്രമമാ, സ്വസ്ഥതയാ. കർത്താവ് തരുന്ന സ്വസ്ഥത ആവോളം ആസ്വദിച്ചോ. ബ്ലെസ് ചെയ്യൂ.